ഹായ് ഓൾ. സോ ജെഇ മെയിൻസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അറിയാത്തവരുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാത്ത ഒരു കാര്യമാണ്. ദാറ്റ് ഈസ് നമ്മുടെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കറക്ഷൻ വിൻഡോന്റെ കാര്യത്തിനെ കുറിച്ചാണ്. ദാറ്റ് ഈസ് 26th and 27th. അത് നാളെയും മറ്റന്നാളുമായിരിക്കും നിങ്ങളുടെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടിരിക്കുക. അതായത് അപ് ടു 11:50 PM. 27th രാത്രി 27th രാത്രി 11:50 വരെ നിങ്ങൾക്ക് കറക്ഷനുള്ള പോസിബിലിറ്റി ഉണ്ടാവുള്ളൂ. സോ അത് വെച്ചിട്ട് ഈ അനക്ഷർ 1 പറയുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇൻ കേസ് എക്സ്റ്റേണൽ എന്തെങ്കിലും ഫീസ് അവരായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യപ്പെടുവാണെങ്കിൽ ആ ഫീസ് നിങ്ങൾ ഫുൾ പേയ്മെന്റ് നടത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പോർട്ടൽ ഫുള്ളി കംപ്ലീറ്റ് ആവത്തുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. സോ 2021 ജെഇ മെയിൻസിന്റെ ഓൾറെഡി കറക്ഷൻ വിൻഡോയ്ക്ക് മുമ്പായിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രൊസീജിയേഴ്സ് എല്ലാം ഇതായിട്ടുണ്ട്. സോ ഇതിന് ശേഷം നമ്മൾ ഇനി നോക്കേണ്ടത് എന്തൊക്കെ പോസിബിലിറ്റീസ് ആണ് ഇവിടെ നടക്കുക എന്നുള്ളതാണ്. ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ കുറിച്ച് തന്നെ ഫസ്റ്റ് പറയാം. മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്, പെർമനന്റ് പ്രസന്റ് അഡ്രസ് ഒരിക്കലും ഇനി ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഷാൾ നോട്ട് ബി അലൗഡ് ടു ചേഞ്ച് എന്നാണ്. എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ്, ഫോട്ടോഗ്രാഫ്, ഇത്രയും കാര്യങ്ങൾ ഇനി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. മറ്റത് ഒന്നെങ്കിൽ സ്വന്തം പേര്, അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, ഇതിൽ ഏതെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരെണ്ണം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. ഏതെങ്കിലും ഒന്ന് ടു ചേഞ്ച് എനി വൺ ഓഫ് ദ ഫീൽഡ്സ് ആണ്. അടുത്തത് കാൻഡിഡേറ്റ് ഷാൾ ബി അലൗഡ് ടു ചേഞ്ച് ഓൾ ദ ഫീൽഡ്സ്. 10th ക്ലാസ്സിലെ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും വേരിയേഷൻസ്, മാർക്ക് കൂടുതൽ എന്തെങ്കിലും വ്യത്യാസങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള അവസരമുണ്ട്. 12th ക്ലാസ്സിൽ മാറ്റാൻ അവസരമുണ്ട്. സിമിലർലി പാൻ കാർഡ് നമ്പർ മാറ്റാനും അവസരമുണ്ട്. പാൻ കാർഡിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അത് മാറ്റാനും അവസരമുണ്ട്. മറ്റൊരു കാര്യം, പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും വെച്ചാണ് നിങ്ങൾ സിറ്റീസ് ചൂസ് ചെയ്യേണ്ടത്. ആ സിറ്റീസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ പ്രസന്റ് പെർമനന്റ് അഡ്രസ്സ് വരുന്ന സ്റ്റേറ്റുകളിലെ സിറ്റീസ് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് അത് മാറ്റാനുള്ള അവസരമുണ്ട്. നെക്സ്റ്റ്, നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുറെ പേര് കാറ്റഗറി മാറ്റി വെച്ചിട്ടുള്ള ഒരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റിയ ഒരു അവസരമാണ് ഇപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഒന്ന് ഡേറ്റ് ഓഫ് ബർത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മാറ്റാം. ജെൻഡർ, കാറ്റഗറി, സബ് കാറ്റഗറി, PWD കാറ്റഗറി, സിഗ്നേച്ചർ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേരിയേഷൻസ് കാൻഡിഡേറ്റ് ഷാൾ ബി അലൗഡ് ടു ചേഞ്ച് ഓൾ ദ ഫീൽഡ്സ് എന്നാണ് പറയുന്നത്. അപ്പം ഇത്രയും നോക്കിയിട്ട് നിങ്ങൾക്ക് കാറ്റഗറി ഒക്കെ കുറെ പേര് മാറ്റിയിട്ടുണ്ടെന്ന് ഇങ്ങനെ കേട്ടിരുന്നു. അപ്പൊ അങ്ങനെ എന്തെങ്കിലും മാറ്റിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള കാറ്റഗറി കൊടുത്ത് റിസർവേഷൻസ് ഉണ്ടെങ്കിൽ ക്ലെയിം ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാണ്ട് തന്നെ നോക്കാം. സോ അത് നോക്കുക. പിന്നെ പേപ്പേഴ്സ് ആഡ് ചെയ്യാം. ബിടെക്, BArch അങ്ങനെ എക്സ്ട്രാ പേപ്പേഴ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഉറപ്പായിട്ടും ഫീ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് അടയ്ക്കണം. സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കറക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ വിൻഡോ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ എത്ര മാർക്ക് വാങ്ങിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് എന്തെങ്കിലും കറക്ഷൻസിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അഡ്മിഷൻ സമയത്ത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സോ അതുകൊണ്ട് തന്നെ വ്യക്തമായി കാര്യങ്ങൾ ശ്രദ്ധിച്ച് കറക്ഷൻ ചെയ്യാൻ ശ്രമിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.